രാവിലെ കുളിയും കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് ഓടിക്കയറി പോയി നോക്കുമ്പോൾ ദാ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കൊയ്ക്കട്ടി എഴുതുന്നുണ്ടല്ലോ, ചമ്മന്തി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേന്നത്തെ മീൻ ചട്ടിയിൽ ഇച്ചിരി പൊടി മീൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ മുക്കി അങ്ങോട്ട് കഴിച്ചു കേട്ടോ. പിന്നെ അതാ ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല ചുവന്ന ചീര. അപ്പോൾ അത് അരിഞ്ഞ് പെറുക്കി അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നിത്തൂന് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. അവൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓനെ കൊണ്ട് എങ്ങനെയൊക്കെയോ പഴം കഴിപ്പിച്ചതിന് ശേഷം ഇതാ മോരുകറി വെക്കാൻ അങ്ങോട്ട് പോയി. ഞങ്ങളുടെ വീട്ടിലിപ്പോൾ ഇടയ്ക്ക് അധികവും മോരുകറി ആയിട്ടുണ്ടാവലും. അപ്പോൾ എന്തായാലും മോരുകറി സെറ്റാക്കി മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞ് പെറുക്കി വെച്ച് നമ്മൾ ചീര ഉണ്ടല്ലോ, അതങ്ങോട്ട് ഉപ്പേരി അങ്ങോട്ട് ഉണ്ടാക്കി വെച്ച് അതും അങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ കുറച്ച് പാൽ അങ്ങോട്ട് തിളപ്പിച്ച് വെച്ച് എനിക്ക് കുടിക്കാനുള്ള പാൽ ഞാൻ മാറ്റി വെച്ചതിന് ശേഷം ബാക്കി പാലിലേക്ക് അമ്മയ്ക്ക് നല്ല കടുപ്പത്തിലൊരു ചായ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിത്തുമല്ല ബാലും കോൾ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം കോളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് അടിച്ചേരി തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിത്തുവിന് ഓർക്കി കിടത്തിന് ശേഷം ഈ പരിപാടികൾ നടക്കുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ കിടന്ന് അലമ്പാക്കും കേട്ടോ. എന്തായാലും അത് പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നിത്തുവിന് കുറച്ച് ചെമ്മീൻ ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവനത് ഭയങ്കര ഇഷ്ടമാട്ടോ. ചെമ്മീൻ അധികം കൊടുക്കലില്ല, ആ ഫ്ലേവറുള്ള ചോറ് അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനും അതിൻ്റെ ഇട്ട് കഴിച്ച് മീൻ പൊരിച്ചതൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് നേരം അവൻ്റെ കൂടെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവനും കുറച്ച് നേരം ഉറങ്ങും, ഞാൻ ചിലപ്പം കുറച്ച് നേരം ഉറങ്ങും. പിന്നെ അത് അച്ഛൻ ഇവിടെ നല്ല മാഗി ഉണ്ടാക്കുന്ന സ്മെല്ലടിച്ചിട്ട് താഴെ വന്ന് നോക്കിയപ്പോൾ നല്ല മാഗി ഉണ്ടായിരുന്നു. അച്ഛൻ്റെ ഈ മസാലകളൊക്കെ ഇട്ട് മാഗി ഭയങ്കര ടേസ്റ്റായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ മൂന്നാളും കൂടി മുകളിൽ ഇരുന്നിട്ട് അതങ്ങോട്ട് ആസ്വദിച്ച് കഴിച്ചു. പിന്നെ നിത്തുവിന് ഒരു സ്നാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ഉണ്ടാക്കുന്നത് അവന് വേണ്ടിയിട്ട്. അവന് കഴിക്കുമെന്ന് അറിയില്ലായിരുന്നു. എന്തായാലും അവന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവനത് കഴിച്ച് നല്ല എൻജോയ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നാളെ കാണാം. ബൈ ബൈ.